എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഫ്ലവർ പീസുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഈ ഫ്ലവർ വേസിൻ്റെ ബേസിക് ഷേപ്പ് വൈറ്റ് പേപ്പറിലേക്ക് ഒന്ന് വരച്ചെടുക്കുകയാണ്. കോമ്പസ് ഉപയോഗിച്ച് ആദ്യം ഒരു സർക്കിൾ വരച്ചെടുക്കുന്നത്. ഇതിനുള്ളിൽ ചെറിയൊരു സർക്കിളും കൂടെ വരച്ചെടുക്കുന്നു. ഈ സർക്കിളിന്റെ സെൻട്രൽ കൂടി തന്നെ ഒരു ലൈൻ വരയ്ക്കുന്നു. ഈ ലൈനിന്റെ ഇരുവശങ്ങളിലും ഒരേ അകലത്തിൽ മാർക്കുകളിട്ട് ഈ ഫ്ലവർ വേസിന്റെ ബേസും അതിന്റെ നെക്ക് പോർഷനും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. മാർക്ക് ചെയ്ത ഭാഗങ്ങളിലൂടെ ഇനി നമുക്കതങ്ങ് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ കാർഡ്ബോർഡിലേക്ക് ഈ പേപ്പർ വെച്ചിട്ട് ഈ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. എന്നിട്ടത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2 പീസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കൂടാതെ നടുക്ക് ഹോളുള്ള ചെറിയ 2 റൗണ്ട് ഷേപ്പുകളും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 2 ഷേപ്പിനുള്ളിൽ കുറേ ന്യൂസ് പേപ്പർ ചുരുട്ടി വെച്ച് ഇതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ 2 ഷേപ്പുകൾ തമ്മിൽ അകന്നിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തൊരു സംഭവമാണ്. ഇതിപ്പോൾ കംപ്ലീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്ക് പോർഷനിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട് പഴയ ഒരു PVC പൈപ്പിൻ്റെ പീസും എടുത്തിട്ടുണ്ട്. ഇതിവിടെ വെച്ച് ഒട്ടിക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ട് മാസ്കിൻ ടേപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ പോർഷനും അകത്തേക്ക് വെച്ചിട്ട് അങ്ങ് ഒട്ടിക്കുകയാണ്. നമ്മുടെ ഈ ഫ്ലവർ വേസിന് ഫ്ലവർ വെക്കുന്നതിന് വേണ്ടിയിട്ട് ആ നെക്കിൻ്റെ പോർഷനിൽ മാത്രം ഒരു ഹോൾ ആവശ്യമേ ഉള്ളല്ലോ. ഈ ഉള്ളിലോട്ട് സ്പേസിൻ്റെ കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അങ്ങ് ചെയ്ത് വെക്കുന്നത്. ബേസ് പോർഷനിൽ കുറേ കാർഡ്ബോർഡ് പീസുകൾ അടുക്കി അങ്ങ് ഒട്ടിച്ചു വെക്കുകയാണ്. എല്ലായിടത്തും മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ച് തന്നെ അങ്ങ് ഒട്ടിച്ചെടുക്കും. മുകളിലെല്ലാം ന്യൂസ് പേപ്പർ പീസുകളും ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ ഫെവിക്കോളും വെള്ളവും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്തെടുത്തതിനകത്താണ് ഈ ന്യൂസ് പേപ്പർ പീസുകൾ മുക്കിയെടുക്കുന്നത്. അങ്ങനെ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് പേപ്പർ പീസുകൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ നെക്കിൻ്റെ പോർഷനിലും കുറച്ച് ന്യൂസ് പേപ്പർ കട്ടിക്ക് ഒട്ടിച്ചങ്ങ് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷമുള്ളതാണ്. അങ്ങനെ നമ്മുടെ ബേസിക് സ്ട്രക്ചർ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്.
വൈറ്റ് സിമെൻറ്റും ഗ്ലൂവും വെള്ളവും കൂടെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഈ സ്ട്രക്ചറിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ എല്ലായിടും അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പം ഒരു ദിവസത്തിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. പുട്ടി പൗഡറിനകത്ത് വെള്ളം മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തിരിക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. വീട് പണിക്കൊക്കെ ഉപയോഗിക്കുന്ന അതേ വാൾപുട്ടി തന്നെയാണ് ഇത് കേട്ടോ. ഇതിന് 1 കിലോയ്ക്ക് ഏകദേശം 40 രൂപയോളം വിലയുണ്ട്. എല്ലായിടം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണക്കിയെടുക്കണം. ഇതിപ്പോൾ നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് റബ്ബ് ചെയ്ത് ഇതിനകത്ത് സ്ക്രാച്ച് എല്ലാം റിമൂവ് ചെയ്ത് നല്ല സ്മൂത്ത് ആക്കി എടുക്കണം. ഇത് നന്നായിട്ട് സ്മൂത്ത് ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ബേസ് കോട്ടായിട്ട് ആദ്യം ഇതിലേക്ക് വൈറ്റ് ഇനാമൽ പെയിൻ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനാമൽ പെയിൻ്റ് ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും തന്നെ ഇതിനൊരു ഷൈനിങ് ലഭിക്കും. ആകെയുള്ളൊരു ഡീമർക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഡ്രൈ ആകുന്നതിന് വേണ്ടിയിട്ട് 5-6 മണിക്കൂറെങ്കിലും എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ 1ാം ഘട്ട പെയിൻറ്റിങ് പൂർത്തിയായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ വൈറ്റ് ഇനാമലിൽ തന്നെ ബ്ലൂ അക്രിലിക് കളറും കൂടെ മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇതിൽ നന്നായിട്ട് തന്നെ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ബ്ലൂ കളറിലുള്ള ഇനാമൽ പെയിൻറ്റ് നമുക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കും. ഒരു വെറൈറ്റി കളർ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് അക്രിലിക് മിക്സ് ചെയ്തെടുത്തത്. ഈ ബ്ലൂവിനോടൊപ്പം അല്പം ലാവൻഡർ കളറും കൂടെ ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്തായിരുന്നു. ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരുപാട് പാടുകൾ വീഴുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പോഞ്ച് ഉപയോഗിച്ച് ഇനി ചെയ്യും. ഇതിപ്പോൾ പെയിൻ്റ് എല്ലാം ഉണങ്ങിയതിന് ശേഷം എടുത്തിരിക്കുന്നതാണ്. ഇവിടെ നെക്ക് പോർഷനിൽ ഞാൻ കുറച്ച് ഏരിയ പെയിൻറ്റ് ചെയ്യാതെ ഒഴിവാക്കി വിട്ടിരിക്കുകയാണ്. ഈ ഒരു പോർഷനിലേക്ക് ഞാൻ അക്രിലിക്കിൻ്റെ സ്പ്രേ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. സ്പ്രേ പെയിൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലൊരു ഫിനിഷിങ്ങിൽ തന്നെ ലഭിക്കും. പെയിൻ്റ് എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിന് മുകളിലേക്ക് ഒരു കൊട്ട് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ വാർണിഷും കൂടെ ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫ്ലവറേസ് നല്ലൊരു ലുക്കിലാവും. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. വീട്ടിലുള്ള വാഴവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതേ കണക്ക് വളരെ മനോഹരമായിട്ടുള്ള ഹോം ഡെക്കർ ഐറ്റംസ് ഒക്കെ നിർമ്മിക്കാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായിരുന്ന ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായി നൽകുക. ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള എനേബിൾ ചെയ്താൽ നിങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.